നമുക്ക് ആദ്യത്തെ സമൂഹ മാധ്യമത്തിലെ വിശേഷം പരിശോധിക്കാം. യെസ്, മിസ്സിങ്ങിൻ്റെയാണത്. മിസ് ഇങ് അല്ലേ? മിസ്സിങ്ങിന്റെ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട്, മിസ്സിങ്ങിന് വളരെ ഷാർപ്പായിട്ടുള്ള കമന്റ്സ് ആണ്, ഷാർപ്പായിട്ടുള്ള പോസ്റ്റുകളാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന വാർത്തയുടെ തുടർച്ചയായിട്ട് തന്നെ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായ സംസ്ഥാനത്ത് ഒരു ലേഡി ഡോക്ടർ മെഡിക്കൽ കോളേജിൽ വെച്ച് ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ട് 7 ദിവസം അനങ്ങാതെ ഇരുന്ന വനിതാ മുഖ്യമന്ത്രി. ഈ സംഭവം മലയാള മാധ്യമ പ്രവർത്തകർ അറിഞ്ഞ ഭാവമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസ്, TMC ആരൊക്കെ കയ്യിൽ നിന്നാണ് ഇവർ കാശ് പറ്റുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതായത് മലയാള ചോദ്യമാണ്. മാധ്യമലോകത്ത് പുറത്തുനിന്ന് ആൾ കാണുമ്പോൾ ഈ വാർത്തകൾ എന്തുകൊണ്ട് വേണ്ട രീതിയിൽ ഇവിടെ കൈകാര്യം ചെയ്യുന്നില്ല? അതുപോലെ ഒരു വനിതാ മുഖ്യമന്ത്രി, ധീര വനിതയായിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് അവർ എമർജ് ചെയ്ത് വരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത്. എന്തായാലും ആ വനിതാ മുഖ്യമന്ത്രിക്ക് ഒരു വനിതാ ഡോക്ടറെ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മാനവും ജീവനും. നമുക്ക് അടുത്തത് നോക്കാം. ടൈംസ് അൽജിബ്രയുടേതാണ്. TMC MP Mahua Moitra blocks anti-BJP YouTuber Ajit Anjum for daring to question her own RG Kar Medical College rape and murder case. കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം ഈ ഒരു ചർച്ചയിൽ ഈ യൂട്യൂബർ, ഈ പറയുന്ന അജിത് അഞ്ജും ഇവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചു. TMC MP കൂടിയാണ് അജിത് അഞ്ജും. അപ്പോൾ പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഹിപ്പോക്രസിക്കൊക്കെ ഒരു അതിരില്ലേ? നിങ്ങൾ ഇനി ദയവ് ചെയ്ത് ഇപ്പോൾ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ച് ഞങ്ങളോട് പ്രഭാഷണം നടത്തരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഭരണകക്ഷിയിലെ ഒരു MP ഒരു വിമർശനം, ഒരു ചോദ്യം കേൾക്കാനുള്ള ക്ഷമ പോലും നിങ്ങൾക്കില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, UP-യിലും ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന കൊലപാതകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാനഭംഗത്തെക്കുറിച്ചോ ഒന്നും ദയവായി ശബ്ദിക്കരുത്. അതിനുള്ള അവകാശം താങ്കൾക്കില്ല എന്നാണ് പറയുന്നത്. പാർലമെന്റിൽ ഇനി നിങ്ങൾ കിടന്ന് വിളിച്ചു പോരുതെന്ന് പറയുന്നുണ്ട് അജിത് അഞ്ജു. അടുത്ത് നോക്കാം. വളരെ ശ്രദ്ധേയമായ ഒരു എക്സ് പോസ്റ്റാണിത്. ഇംതിയാസ് മെഹ്മൂദാണ് ശ്രദ്ധേയനാണ്. ഇത്തരം പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്തെ ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരെ പ്രതികരിക്കുന്ന ശക്തന ഇംതിയാസ് മെഹ്മൂദിനെ കുറിച്ച് വിശദമായി പറയാം. എന്തായാലും ഈ പറയുന്നത്, ഇസ്രായേൽ ഗേവ് ആൻഡ് ഷോഡ് കമ്പാഷൻ ടു പലസ്തീനിയൻസ് വെൻ വി ഗേവ് അവർ ലാൻഡ് അവേ ഇൻ ദ ഹോപ്പ് ഫോർ പീസ്. ഇൻ റിട്ടേൺ വി ഗോട്ട് റോക്കറ്റ്സ് ആൻഡ് ടെറർ. നമ്മൾ ലക്ഷങ്ങൾക്ക് ജോലി കൊടുത്തു, നാട്ടുകാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുത്ത് ജോലി കൊടുത്തു. പക്ഷേ പകരം നൽകിയത് തീവ്രവാദവും റോക്കറ്റുകളും ആണ്. അതിന് തൊട്ടു താഴെ ഗോൾഡ മേയറിന്റെ വാക്കുകൾ കൂടി അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട്. ഗോൾഡ മേയർ എന്ന് പറഞ്ഞിട്ട് വേണം അത് കൂട്ടിയാൽ പുതിയ തലമുറയ്ക്ക് അറിയുന്നുണ്ടാവും. ഇസ്രായേലിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ് എന്ന് ലോകമാധ്യമങ്ങളൊക്കെ അന്ന് വലിയ രീതിയിൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി, മധ്യപൂർവ്വ ദേശത്തെ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, പലപ്പോഴും ആദ്യത്തെ ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അതല്ലെങ്കിൽ തെറ്റായി വിശേഷിപ്പിക്കപ്പെട്ടു. നമ്മുടെ തൊട്ടടുത്തുള്ള സിനിമാ ഭണ്ഡാര നായികയായിരുന്നു. പക്ഷേ അവരുടെ അടുത്ത ഇടെ ഒരു വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നു. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇവരെ കണ്ട ഒരു അനുഭവം മാധ്യമങ്ങളോട് ചർച്ച ചെയ്തിരുന്നു. അത് വാർത്തയുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു പേര് എവിടെയോ കേട്ടിട്ടുണ്ടാവും. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സമാധാനം വരും എന്ന് വരും. അറബ്സ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് പലസ്തീനിയൻ ലോകത്തെയാണ്. അറബ്സ് എന്ന് പൊതുവേ പറയുന്നുണ്ടെങ്കിലും അറബ് ലോകം എന്ന് നമ്മൾ കാണുന്ന അറബ് ലോകം എന്ന് സമാധാനത്തിന്റെ എന്തായാലും രൂപങ്ങളാണ്. സൗദി അടക്കമുള്ള GCC രാഷ്ട്രങ്ങളിൽ സമാധാനത്തിനൊരു കുറവുമില്ല എന്ന് മാത്രമല്ല ലോക സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുകയും മറ്റൊന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള അറബ് ലോകമാണ്. അന്ന് ഒരു കാര്യം കൂടി ഓർക്കണം, അന്ന് പലസ്തീനൊപ്പമാണ് ഏറെക്കുറെ ഭൂരിഭാഷം അറബ് ലോകവും. പലസ്തീനിൽ പോയ വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ടുമായിട്ട് പല ഗൾഫ് രാജ്യങ്ങളിലും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. അന്ന് ഭാരതത്തിൽ നിന്ന് ഈ ഇസ്രായേലിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന പല ഇന്ത്യക്കാർക്കും, മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർക്ക് 2 പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ഇസ്രായേൽ വിസ പതിച്ച പാസ്പോർട്ടുമായി ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അറബ് ലോകം തന്നെ ഇന്ന് ഇസ്രായേലുമായി അടുത്തു കഴിഞ്ഞു. യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ സമാധാനത്തിനും വികസനത്തിനുമായി. അവരുടെ വാക്കുകൾ ഇതാണ്: സമാധാനം വരും. എന്നാണ് വരിക? അവർ ഞങ്ങളോടുള്ള വെറുപ്പിനേക്കാൾ കൂടുതൽ അവരുടെ കുഞ്ഞുങ്ങളെ എന്ന് സ്നേഹിച്ചു തുടങ്ങുന്നുവോ അന്ന് സമാധാനം വരും. പീസ് വിൽ കം when they will love their children more than they hate us. ഗോൾഡ മേയർ. അടുത്ത് നോക്കാം. ടൈംസ് ഓൾജിബ്ര തന്നെയാണ്. റഷ്യ സെൻഡ് റെക്കോർഡ് $2.8 billion worth of crude oil to India in July at massive discounts.
Supplies from Iraq and Saudi have depleted to the lowest level. ഇതിൽ പ്രധാനം എന്ന് പറയുന്നത് ഇതും ഇനി പറയുന്നൊക്കെ കണക്കുകളാണ്. 2.8 ബില്യൺ എന്ന് പറയുമ്പോൾ $280 കോടി ക്രൂഡ് ഓയിലാണ് ഡിസ്കൗണ്ടഡ് നിരക്കിൽ ഭാരതത്തിന് നൽകിയത്. ഇതിന്റെ പ്രസക്തി വന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ യുക്രൈൻ യുദ്ധം വരുമ്പോൾ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ UK-യും US-ഉം യൂറോപ്പും അടങ്ങുന്ന പടിഞ്ഞാറൻ ഭാഗം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തി. പക്ഷെ അവിടെ ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഭാരതമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ള ഇറക്കുമതി കൂട്ടുകയും ചെയ്തു. ഇവിടെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ കയറ്റുമതി ചെയ്യുകയും ചെയ്തു. അപ്പൊ എന്തുകൊണ്ട് ഭാരതം മൗനം പാലിക്കുന്നു? എന്തുകൊണ്ട് റഷ്യയുമായി ചർച്ച തുടരുന്നു? കാലാകാലങ്ങളായുള്ള സൗഹൃദം പെട്ടെന്ന് ഒരു പടിഞ്ഞാറൻ ശക്തി പറഞ്ഞതുകൊണ്ട് മാറ്റി പറയുന്ന രാഷ്ട്രമല്ല ഭാരതമെന്നും. ഇവിടെ എന്താണ് വേണ്ടിയിരുന്നത്? റഷ്യക്ക് അവരുടെ ഓയിൽ കയറ്റുമതി ചെയ്യണം, പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾക്ക് ഓയിൽ വേണം. ഇത് രണ്ടും ഭാരതം നടത്തിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ വിദേശത്ത് പറന്നു നടക്കുന്നു എന്ന് ആക്ഷേപിച്ചവർ ഈ കാഴ്ച കൂടി കാണണം. ഇതുകൊണ്ട് ഒരു യുദ്ധത്തിൽ നിന്നാണെങ്കിൽ പോലും ഭാരതത്തിനുണ്ടാവുന്നത് നേട്ടം തന്നെയാണ്. ആ യുദ്ധത്തിന്റെ ന്യായാന്യായങ്ങൾ അവിടെ നിൽക്കട്ടെ, യൂറോപ്പും റഷ്യയുമായിട്ടുള്ള ബന്ധവും അവിടെ നിൽക്കട്ടെ, US റഷ്യ ബന്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു, അത് ഡിസ്കൗണ്ടഡ് നിരക്കിൽ അതിവിടെ പ്രോസസ്സ് ചെയ്യുന്നു, പടിഞ്ഞാറിന് വിൽക്കുന്നു. ഇതാണ് സ്മാർട്ട്നെസ് എന്നുകൂടി പറയുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് ടൈംസ് ഓൾജിബ്രയുടെ തന്നെ എക്സ്പോസ്റ്റ്. ഇന്നലെ ഒരു സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധ നേടിയ ഒരു പോസ്റ്റ് കൂടിയാണ്. കാരണം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലോണി അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചിത്രം പങ്കുവച്ചാണ് ഇന്നലെ ഭാരതത്തിന് സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നത്. ഇന്ത്യ ആൻഡ് ഇറ്റലി ഷെയർ എ നെവർ സ്ട്രോങ്ങർ ബോണ്ട് എന്ന് മെലനി പറയുന്നു. പ്രൈം മിനിസ്റ്റർ മോദിയുടെ മറുപടി, മേ ദ ഇന്ത്യ ഇറ്റലി ഫ്രണ്ട്ഷിപ്പ് കീപ് ഗ്രോയിങ് ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ് എ ബെറ്റർ പ്ലാനറ്റ്. പ്രധാനമന്ത്രി മോദി ഇറ്റലി സന്ദർശിച്ചപ്പോൾ മെലോനി തന്നെ ഒരു സെൽഫി എടുത്തിട്ട് അത് മോദിജിയും പോസ്റ്റ് ചെയ്തിരുന്നു അല്ലെ, മെലോഡി എന്ന് പറഞ്ഞിട്ട് രാജ്യാന്തര തലത്തിൽ ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നൊരു ടൈംസ് ഓൾജിബ്ര ബിഗ് ന്യൂസ് ആയിട്ടാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അടുത്ത നോക്കാം. മല്ലികാർജുൻ ഖാർഗെ എക്സ്പോസ്റ്റ് ആണ്. നരേന്ദ്രമോദി അടുത്ത വർഷം ദേശീയ പതാക ഉയർത്തുന്നത് സ്വന്തം വീട്ടിലാകുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ മിസ് ശകുന്തള എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതാണ് എന്നാണെന്ന് അറിയാം. വാക്ക് 15/8/2023 കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15-നായിരുന്നു ഈ വാക്കുകൾ. അദ്ദേഹത്തിന്റെ ഒരു മോഹം പങ്കുവച്ചതാണ് അടുത്ത വർഷം നരേന്ദ്രമോദി. പക്ഷെ അതിനുള്ള കമന്റ് അതാണ്, അണ്ണൻ പറഞ്ഞാൽ അച്ചട്ടാണ്. പ്രധാനമന്ത്രി മോദി ഒരിക്കൽ കൂടി പതാക ഉയർത്തി പ്രസംഗിച്ച ശേഷമാണ് ഇത് വരുന്നത്. പക്ഷെ അന്ന് ഈ വാക്കുകൾ വന്നപ്പോൾ തന്നെ നിരവധി കമന്റ്സ് ഈ വാർത്തകൾക്ക് താഴെ വന്നിരുന്നു. എല്ലാ വർഷവും മോദി വീട്ടിലും ഉയർത്താറുണ്ട് ദേശീയ പതാക, അതിന് പുതുമയില്ലല്ലോ എന്നത്. അടുത്ത് നോക്കാം. വീണ്ടും ടൈംസ് ഓൾജിബ്രയാണ്. കോൺഗ്രസ് ക്വസ്റ്റ്യൻസ് ഹൗ മോഡി ഗവൺമെന്റ് ക്യാൻ അലക്കേറ്റ് സീറ്റ് ഫോർ രാഹുൽ ഗാന്ധി ഇൻ സെക്കൻഡ് ലാസ്റ്റ് റോ ഡ്യൂറിംഗ് ഇൻഡിപെൻഡൻസ് ഡേ ഇവന്റ് അറ്റ് റെഡ് ഫോർട്ട് എന്നതാണ്. അതായത് രാഹുലിന് പിൻനിരയിൽ സീറ്റ് കൊടുത്തു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. അത് പറയുന്ന മുൻനിര സീറ്റുകൾ ഒളിമ്പിക് ജേതാക്കൾക്കുള്ളതാണ്. ഇതിൽ തന്നെ ഞാനിപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കുന്നില്ല, പടവലത്തിന്റെ നമ്മുടെ സ്ഥിരമായി കാണിക്കാറുള്ള പടവലത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ഈ ഒളിമ്പിക് ജേതാക്കൾക്കൊപ്പം ഇരുത്തിയത് അല്ലെങ്കിൽ അവരുടെ പിന്നിലിരുത്തിയത് അപമാനം എന്ന് കോൺഗ്രസ് പറയുന്നു രാഹുലിനെ. എന്നാൽ ഒളിമ്പിക് മെഡലിസ്റ്റുകൾ പറഞ്ഞത് ഇയാളെ കൊണ്ട് ഞങ്ങളുടെ ഇടയിലിരുത്തി ഞങ്ങൾക്ക് അപമാനമാണെന്ന് അവർ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമുണ്ട്. എന്തായാലും സമയം ഇങ്ങനെ ഓടുകയാണ്. അടുത്ത സെഗ്മെന്റിന് സമയമായി വരുന്നു. സോഷ്യൽ സ്കൂപ്പ് തൽക്കാലം ഒരെണ്ണം കൂടിയുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം യൂണിഫോം സിവിൽ കോഡ് എടുത്തു വച്ചത് 2029 ആയിരുന്നുവല്ലേ എന്നുള്ള ചോദ്യം. കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ കൊണ്ടുവരും, പക്ഷേ പാസ്സാക്കില്ല, കോൺഗ്രസ് സഹായിക്കില്ല. അതുകൊണ്ട് പാസ്സാക്കാനാവില്ല എന്നുള്ളതാണ് ഒരു ആശങ്ക. അപ്പോൾ പിന്നെ BJP പറയും 2029 ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാലേ പാസ്സാക്കാനാവൂ എന്ന് പറയാം. അപ്പൊ അതിനുള്ള തന്ത്രമാണെന്നാണ് പറയുന്നത്. എന്തായാലും സോഷ്യൽ സ്കൂപ്പിന്റെ സമയം ഇവിടെ കഴിയുകയാണ്.